നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുത്തു വരികയാണ് അല്ലെ. ഇപ്പൊ ഇതിനു മുമ്പേ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു തള്ളിയ നമ്മുടെ സമയം കവർന്നെടുത്ത ഒരുപാട് കേസുകളുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. ആ അഴിമതി ആരോപണങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു തരം ചാർജ് ഷീറ്റ്, സർക്കാരിന്റെ ചാർജ് ഷീറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. 2023 മെയ് മാസ കാലത്തിലായിരുന്നു AI ക്യാമറ വിവാദം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയത്. 100 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉണ്ടായിരുന്നത്. 45 കോടി രൂപയിൽ ചെയ്തു തീർക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രോജക്റ്റിന് 151 കോടി രൂപ അനുവദിച്ചു കൊടുത്തു. 100 കോടിയിൽ കൂടുതൽ പണം നൽകി. അതുമാത്രമല്ല, പിന്നീട് 232 കോടിയാക്കി അതിനെ ഉയർത്തുകയും ചെയ്തു. അതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 181 കോടി രൂപയുടെ അഴിമതി കഥയാണ് AI ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ കേരളം കണ്ടത്. പോട്ടെ, അതും കഴിഞ്ഞിട്ടോ, അതുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പ് വാങ്ങുന്നതിന് 57,000 രൂപ മതിപ്പ് വില വരുന്ന ലാപ്ടോപ്പിന് പകരം അതിന്റെ 3 മടങ്ങോളം വിലയുള്ള 1,48,000 രൂപയാണ് ഒരു കമ്പ്യൂട്ടറിന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ 358 കമ്പ്യൂട്ടർ വാങ്ങുക വഴി ഏകദേശം 5 കോടിയുടെ നഷ്ടം അത് വേറെയുണ്ട്. അതും കൂടെ കൂട്ടിയ 186 കോടി രൂപയുടെ അഴിമതി കഥ. ഇതില് ഏറ്റവും കൂടുതൽ ആരോപിതനായത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവ്, അദ്ദേഹം പ്രകാശ് ബാബു, പ്രോജക്റ്റിന്റെ കൺസോർഷ്യത്തിൽ സംസാരിച്ച ആളാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവ്. ഇത് തൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണെന്ന് അദ്ദേഹം വാക്കുപയോഗിച്ചു എന്നാണ് കേട്ടത്. ഈ പ്രോജക്റ്റിന് പേര് കൊടുത്തത് സേഫ് കേരള എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ സാധനങ്ങളെ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ, അങ്ങനെ ആരും കമന്റ് ഇടുകയും വേണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ നൂതന സാങ്കേതിക സാഹചര്യങ്ങളെ ഉപയോഗിക്കുക തന്നെയാണ് ശരി. പക്ഷെ നമ്മൾ നോക്കിക്കാണുന്നതും നമ്മൾ പിന്നൗട്ട് ചെയ്യുന്നതും അതിലെ അഴിമതി കഥയെക്കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ക്യാമറയ്ക്കോ എതിരല്ല, അതിലെ അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശം കൊടുത്തു, ഇനി കോടതിയുടെ അനുവാദം കിട്ടാതെ പണം അനുവദിച്ചു കൊടുക്കരുത് എന്ന്. സേഫ് കേരള എന്ന് പേരിട്ടിട്ടുള്ള ഈ പദ്ധതി വന്നതിന് ശേഷം കേരളം എത്രമാത്രം സേഫാണ് എന്നുള്ള ഒരു ചോദ്യവും കൂടെ ഇതിൻ്റെ കൂടെ ബാക്കിയുണ്ട് അല്ലെ. മുക്കിലും മൂലയിലും ചെറിയ തരത്തിലുള്ള ഡ്രൈവിംഗ് മിസ്റ്റേക്സ് വരുത്തിയതിന്റെ പേരിൽ 1000, 1500, 2000 ഒക്കെ അടച്ച് പണ്ടാരടങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ആ ഓർമ്മയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ അവതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഇതുപോലത്തെ പഴയകാല ഓർമ്മകളെ പുതുക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനീ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കൂടെയുണ്ട് എങ്കിൽ പരമാവധി ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.